ഞാൻ കഴിഞ്ഞ ദിവസം എലിസബത്ത് ആൻഡ് ബാല ലൂപ്പിൽ വന്ന ആ ഒരു എലിസബത്തിൻ്റെ പുതിയ 1 മണിക്കൂറുള്ള വീഡിയോ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റിയാലിറ്റിയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വോയിസ് ക്ലിപ്പ് അതിനകത്തുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു വളരെ എന്താ പറയുക, ഒരു ലേഡി അനുഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും എന്താ പറയുക വേദനിപ്പിക്കുന്ന 2 സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട് ആ വോയിസിനകത്ത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വ്യക്തി ആക്ടർ ബാല പണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ചാനലിലൊക്കെ വന്നിരുന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഊക്ക് ഉപദേശം ഒപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇങ്ങനെ ഈ ചാനലിൽ വന്നിരുന്ന് ചെയ്തത്. ഇപ്പം ഇതിനെന്ത് പറയണു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ആൻഡ് ഇങ്ങനെയുടെ ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട എൻ്റെ പൊന്നെ ചിരിച്ച് ചത്തൊരു കോമഡി ഉണ്ട്. ചിരിച്ച് ഞാനൊരു വഴിക്കായി. ആ കോമഡി എന്ന് ആദ്യം പറയാം, എന്നിട്ട് സീരിയസ് മാറ്ററിലേക്ക് പോവാം. വിഷയം വേറൊന്നുമല്ല, ആക്ടർ ബാല എന്ന് പറഞ്ഞ വ്യക്തി പല ചാരിറ്റി വീഡിയോസ് ഇട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, കിട്ടുന്നെങ്കിൽ ആർക്കെങ്കിലും കിട്ടട്ടെ, ഫൈൻ, അതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം 1 രൂപയോ അല്ലെങ്കിൽ ഒരു സഹായം ഒരാൾക്ക് കിട്ടുന്നത് ഇറ്റ്സ് ഫൈൻ, ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെ. ചെയ്തൊരു ഉപദ്രവമാകുമ്പോൾ അവിടെ മനസ്സിലായി, അതാണ് ഇതൊരു ഉപദ്രവമായി കഴിഞ്ഞുള്ള അവസ്ഥ എന്താ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വരികയാണ്. കോൾ വന്നിട്ട് പറയുകയാണ്, ചേട്ടാ ഞങ്ങളുടെ മുത്തശ്ശൻ ഷർട്ടൊന്നും ഇടാതെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. ഒരു ലോട്ടറി കച്ചവടക്കാരൻ എങ്ങാണ്ട് ഇയാൾ ചാരിറ്റി ചെയ്യുന്ന വീഡിയോൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇങ്ങനെ പോവാണ്, ഷൂട്ടും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പോൾ വീഡിയോനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇയാൾ പുറത്ത് നിൽക്കുന്നുണ്ട്, ഷർട്ടൊന്നും ഇട്ടില്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ആളെ വിളിച്ച് കയറ്റിയിട്ട് പാവം ഷർട്ടൊന്നും ഇടല പാവം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കയറ്റിയിട്ട് ചാരിറ്റി വീഡിയോയിൽ അങ്ങേരെയും പിടിച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിടേ, ഇവരുടെ റിലേറ്റീവ് ഈ വിളിച്ച് കയറ്റിയ ഷർട്ട് ഇടാതെ നിന്ന പാവം മുത്തശ്ശനെ വിളിച്ച് കയറ്റി ഇങ്ങനെ ചാരിറ്റി ആക്കി കൊടുത്ത അവരുടെ റിലേറ്റീവ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ ബാല എന്ന് പറയുന്ന പുള്ളി ഇപ്പൊ ഈ താമസിക്കുന്ന വൈക്കം ഭാഗത്താണ്. ഇതിന്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ തറവാടും കാര്യങ്ങളെല്ലാം വന്നേക്കണം. ഇത് ഒരാവശ്യമില്ലാണ്ട് എന്റെ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന ആൾക്കാര് അവര് നാട്ടുപ്രദേശത്തുകാരാ. ഇവരെന്ന് പറയുന്ന ആൾക്കാർ ഈ തോർത്ത് മാത്രം ഇട്ടിട്ട് ഷർട്ട് ഒന്നുമില്ല, മുണ്ടും തോർത്തൊക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തുനിന്ന് ചായ കുടിക്കണേ മതിയണേ ഇതൊക്കെ. ഈ ബാല എന്ന് പറയുന്ന നടൻ ഇവിടെ വന്നതിന് ശേഷം ഓരോരുത്തരെയും വിളിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്തി 10,000 രൂപ കൊടുക്കണം, ചാരിറ്റി ചെയ്യണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ ആരും പറയണം. പക്ഷെ ഒരു കാര്യമില്ലാണ്ട് ഞങ്ങളുടെ അപ്പൂപ്പൻ അവിടെ നിൽക്കണുണ്ട്. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ആ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുന്ന ആളല്ലേ, അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചു ഒരു ഗതിയില്ലാത്ത കുടുംബക്കാരായിരിക്കും. അപ്പൊ ഈ ചാരിറ്റിയുടെ വീഡിയോയിൽ എന്റെ അപ്പൂപ്പനെ കൂടി പിടിച്ചു നിർത്തി എന്നിട്ട് പുള്ളിനെ ഞാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം ചെയ്തു. ഇത് ഞങ്ങളുടെ പുറത്തുള്ള അബ്രോഡുള്ള ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, കസിൻസ് ആണെങ്കിലും ശരി, എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഇത് അറിയണത്. അപ്പൂപ്പനും മനസ്സിലായിട്ടില്ല, 52 വയസ്സ് പ്രായമുള്ള ഒരാളല്ലേ. അപ്പൊ ഇത് ഞങ്ങൾ പുള്ളിന്റെ അടുത്ത് പറഞ്ഞ്, ഇത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അപ്പൂപ്പനെ വിളിച്ചിട്ട് ചാരിറ്റി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ചോദിച്ച് പുള്ളിന്റെ വീട്ടിലേക്ക് പോയി പുള്ളി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്ക് ഇത് പുറത്താരോടും പറയാനോ ഇത് എക്സ്പോസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആരോടും പറയാത്തത്. എന്തിനാ, ഞങ്ങളുടെ അപ്പൂപ്പനെ ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളും ഇതെല്ലാം നമുക്കുണ്ട്. പിന്നെ ഒരു ഷർട്ട് ഇടാണ്ട് പുറത്ത് വെക്കുമ്പോഴത്തേക്കും ഒരാളെ പ്രീജഡ്ജ് ചെയ്തിട്ട് ഈ പുള്ളി ഇങ്ങനെയാണ് നമുക്ക് സഹായിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചീറ്റിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തോ ആടെ ഇത് ചാരിറ്റി ചെയ്യണം എന്നുള്ളത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഷർട്ട് ഇടാതെ മുത്തശ്ശനൊക്കെ വിളിച്ച് കയറ്റിയിട്ട് ചാരിറ്റി ആക്കി വിടുന്നത്? കൊള്ളാം. എന്താണെന്നുണ്ടെങ്കിലും ഇവർ അങ്ങനത്തെ പുറത്ത് കാണിക്കാനോ പറയാനോ താല്പര്യമില്ലാത്ത ആളുകളായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിർത്തി. മനസ്സിലായി. എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞപ്പോൾ അവരതാ പറഞ്ഞത്, ആ വീഡിയോസ് ഒന്നും അവർക്ക്, ആ വീഡിയോ അയാളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു. ഇപ്പോൾ ആ വീഡിയോ പുറത്ത് വരാനും അല്ലെങ്കിൽ കൊണ്ടുവരാനൊന്നും അവർക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല. പിന്നെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, മനസ്സിലായി. അയാളുടെ ചാരിറ്റീൻ്റെ ബാക്കിലൊക്കെ ചിലപ്പോൾ ഇതേപോലത്തെ സംഗതികളാണ്. അതായത് ആ ഷൂട്ടിനപ്പോൾ ചാരിറ്റി നടക്കണം, ഷർട്ട് ഇടാതെ ഒരാൾ പോകുമ്പോൾ അയാൾ പാപം വിളിച്ച് നിർത്തിയിട്ടാണ് കൊടുക്കുന്നത് ചാരിറ്റി അയാൾക്ക്. എന്തുവാണ് ഈ നടക്കുന്നത്? വൈക്കക്കാർ കുറേ ബുദ്ധിമുട്ടുകൾ എങ്ങനെ കൊണ്ട്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി ഇവിടെ എലിസബത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാൻ എന്റെ ചെയ്തിട്ടില്ല, മ്യൂച്വലി എന്റെ ചെയ്തിട്ടില്ല. ഞാൻ ഡിവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് അത് മ്യൂച്വലി എന്റെ റിലേഷൻഷിപ്പ്? ഞാൻ അത്ഭുതപ്പെട്ടു കല്യാണം കഴിച്ചപ്പോ. അയാള് വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ലാറ്റിക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നമ്മളിനി മക്കാര് വിളിച്ചു പറയുമല്ലോ, കുറച്ചു കാലം അവിടെ നിന്നല്ലേ, അപ്പൊ അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷേ
ഇങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിച്ചില്ല. എനിക്ക് ഒരു അടി കിട്ടിയിട്ട് നമ്മള് സ്റ്റേഷനിന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവോ എന്നൊക്കെ അറിയില്ല. നമ്മളെ സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അപ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് ഓടി വേറെ സ്ഥലത്തേക്ക്. അപ്പോ അവര് പറഞ്ഞു റിട്ടേൺ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോഴും നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തില്ല. പക്ഷെ ആള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോയാലാണ് പുള്ളി വരുള്ളൂ എന്നാണ് ഡിമാൻഡ്. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ ഇനി ഇറങ്ങി പോവാണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഇതിന്റെ ഇടയിൽ എന്താ വെച്ചാ, ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം നായ്ക്കുട്ടീനെ. അപ്പോൾ ഞാൻ നായ്ക്കുട്ടീനെ എടുത്തിട്ട് പോന്ന നായ്ക്കുട്ടീനെ ഞാൻ കട്ടിട്ട് പോകുന്നു പറയും. കാരണം മുമ്പ് ഒരു തവണ ഞാൻ ഈ 6 മാസം ന്യൂമോണിയൊക്കെ വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്നെ പറ്റിയിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ടാ, അങ്ങനെ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് പോയ ആളിനെ പിന്നെന്തിനാ വീണ്ടും വിളിച്ചിട്ട് വീട്ടിൽ കയറ്റിയോണെ, വീട്ടിലേക്കല്ല ഹോസ്പിറ്റലിലേക്ക് വയ്യാണ്ട് എടുക്കുമ്പോൾ എന്തിനെ വീണ്ടും വിളിച്ചു വരുത്തിയാണ്. കാരണം പുലർച്ചെ 3 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് ചോര ഛർദ്ദിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് വരുത്തണത്. അവിടെ ആരുമില്ല സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരും നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പോ അതൊക്കെ സ്റ്റേഷനിൽ നിന്ന് വന്ന് തന്നെയാണോ അതോ ഇവരുടെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കാന്നൊക്കെ അറിയില്ല. ആളൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, ഞാനാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ കയ്യിലൊക്കെ കോറലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു. ആ കോറലൊക്കെ അയച്ചു കൊടുത്തു, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വക്കീലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നണ ഇതിന്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപ്പിടുത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യണേ. ആ സമയത്ത് നമ്മൾ മരണവെപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറലൊക്കെ വന്നൊന്നും വരാം. അതായിരിക്കാം ഉണ്ടായത്. ഇതിന്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചതൊക്കെ ഓർമ്മയുണ്ട്. കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കയ്യിൽ നിന്നൊക്കെ ഉണ്ട്, ചോര വന്ന സാധനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എന്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചിയും മാന്തിന്ന് പോയിട്ടുള്ള കുറെ ഫോട്ടോകൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു കോള്. ഇത്രത്തോളം ഒരു സ്ത്രീയെ ഫിസിക്കലി ഹരാസ് ആൻഡ് അബ്യൂസ് ചെയ്ത ഒരു മനുഷ്യനാണ് പിന്നെ വന്നിരുന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഊക്കം തള്ളുന്നത്. സ്ത്രീ സുരക്ഷ, വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലിപ്പോൾ കേസിൻ്റെയും പരിപാടീൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് റിപ്പോർട്ടർ ചാനലിൽ പറയുമ്പോൾ ഇയാൾ കേസ് കൊടുക്കുന്ന രീതികളും അതിൻ്റെ ഒരു ലൂപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ പേഴ്സണൽ ലൈഫിൽ അനുഭവിച്ചത്, ഞാൻ എൻ്റെ അറിവ് കൊണ്ടല്ലേ സംസാരിക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എൻ്റെ അനുഭവം കൊണ്ടാണ് സംസാരിക്കുന്നത്. കള്ളം ചെയ്യുന്നവൻ തെറ്റ് പഠിച്ചിട്ടാണ്, ലൂപ്പ് ഹോൾസ് പഠിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. അതിനെ രക്ഷപ്പെടുത്താനുള്ള ലായേഴ്സ് ഉണ്ട്, അത് രക്ഷപ്പെടുത്താൻ നിയമത്തിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. ഐ എം എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി, ഐ എം എ ടാക്സ് പേയിങ് സിറ്റിസൺ. എൻ്റെ വീട്ടിലോ എൻ്റെ റോട്ടിലോ എൻ്റെ നാട്ടിലോ ഒരു അനീതി നടക്കുവാണെങ്കിൽ അതുക്ക് ചെയ്ത ആളുകളെ ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട എനിക്ക് താല്പര്യമില്ല. കള്ളന്മാർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നാളെ എനിക്ക് തെറ്റ് ചെയ്യാനുള്ള ഭയങ്കര ധൈര്യം ഉണ്ടാവും. ആമാം, ഞാൻ എല്ലാ തെറ്റും ചെയ്യും. അവസാന നിമിഷം ഒരു ശിക്ഷ കിട്ടിയിട്ട് മരിച്ചു പോകും. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ഭയങ്കര രാവണനെ പോലെ ഞാൻ ജീവിക്കും. ഏൻ കഷ്ടപ്പെട്ട് രാമരെ പോലെ ജീവിക്കണം? അങ്ങനെയുള്ള ചിന്താഗതി എല്ലാവർക്കും വരും. രാമരെ പോലെ പോയി കാട്ടിൽ 16 വർഷം ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് ന്യായം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ തെറ്റും ചെയ്തിട്ട് അവസാന നിമിഷം രാവണനെ പോലെ മരിക്കാമല്ലോ. എങ്ങനെയുണ്ട്? ഇവിടുത്തെ നിയമം മാറണം, ഇവിടെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ടാക്സ് അടയ്ക്കണോ? എന്തുവാടെ ഇതൊക്കെ? കാട്, റോഡ്, നാട്, വീട് എന്നൊക്കെ പറഞ്ഞ് ഊക്കണ്ട ഡയലോഗാണ്. മനസ്സിലായ? ഇങ്ങേരയിൽ അത്യാവശ്യം പിടിപാടുള്ള വക്കീലുണ്ട്. ഇങ്ങേർക്ക് അത്യാവശ്യം കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പറയാനുള്ള നല്ല നാക്കും ബുദ്ധിയുണ്ട്. പിന്നെ അത്യാവശ്യം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാനുള്ള കുറച്ച് പൈസയും കയ്യിലുണ്ട്. 750 ഗോലി ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പൈസ ഇങ്ങനെ കയ്യിലുമുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾ ഓക്കെ, ഇയാൾ ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൂപ്പ് അറിയാം, വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ നേരത്തെ കേട്ടത് എലിസബത്തിൻ്റെ കേസിൽ. അവിടെ ആ
സ്ത്രീയെ ഇടിച്ചു കുത്തി ഒരു വഴിക്കാക്കി ഇട്ടിട്ട് തിരിച്ച് കേസ് കൊടുത്തിക്കുക ആ സ്ത്രീക്കെതിരെ. എന്തിന്? മിണ്ടാൻ പാടില്ല. കൊള്ളാലോ. വർമ്മ സാറേ, ഇനി അടുത്തതൊന്ന് നമുക്ക് കേൾക്കാം. എലിസബത്തിൻ്റെ തന്നെ വോയിസാണ്. എന്നിട്ട് തിരിച്ച് ബാലയിലേക്ക് വരാം. നമ്മൾ അടി കിട്ടാനും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ പല വൃത്തികെട്ട രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പ്രാക്ടീസ്ഡ് ആണ്. അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 വർഷം ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരുന്നുണ്ട്. നമ്മളതിനെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട്. സോ ടാപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ കുറെ മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയില്ല, അന്ന് എന്നോട് വട്ട് കേസാന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അതും വിശ്വസിച്ചു. അപ്പൊ അവരുടെയൊക്കെ പ്രാക്കായിരിക്കും ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കണത്. ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിയിട്ട് പറയണത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പല കേസുകളിൽ നിന്നും നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത ഒറ്റ കാരണം നിങ്ങളുടെ കുട്ടിയുടെ കരച്ചില. ഇവൻ എനിക്ക് ഇഷ്ടം തോന്നിയതൊക്കെ നിങ്ങള് ഡാഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കരഞ്ഞിട്ട് പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ കരച്ചിലാണ് വീണത്. അങ്ങനെ പല പെണ്ണുങ്ങളും ആ ഇതിൽ തന്നെ വീണ. ഇതാണ് മാസ്റ്റർ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ടല്ലോ അവരനുഭവിച്ച കാര്യങ്ങളും അവർ സഹിച്ച കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമയത്ത് ഇരുന്ന് തള്ളിയത് കേട്ടോ. ഐ അപ്രീഷിയേറ്റ് പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് മുമ്പ് വന്ന് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുക. നാളെ ഈ സത്യത്തിക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലാവും. 100% അവർ തോറ്റുപോകും. അവിടെ നിയമം തോറ്റുപോവുക അല്ലേ? അതാണ് എനിക്ക് ഒരു 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 ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം. ഞാൻ പെണ്ണുങ്ങളെടുത്ത ഒരു കാര്യം പറയാണ്. യു ബിക്കം ഒരു കേസ് കൊടുത്തിരിക്കുക. ഒരു കേസ് കൊടുത്തിരിക്കുന്നു. ഒരു പെണ്ണ് വന്ന് ഒരു കേസിന് പറയുമ്പോൾ എவ்வளோ ഗട്ട്സ് വേണം. കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാവരും അറിയും, നാട്ടുകാരെല്ലാവരും അറിയും. அந்த ப்ராசஸில் സ്റ്റേഷൻ കയറേണ്ടി വരും, കോടതി കയറേണ്ടി വരും. എല്ലാവരും എന്ത് പറയും? ഇവളോട് ഇങ്ങനെ പറയുള്ളൂ. அந்த ப்ராசஸ் நீ வந்து 1 வருஷம் 2 வருஷம் 3 வருஷம்னா താങ്ങത്തില്ല. അവർ താങ്ങത്തില്ല. അവസാനം இந்த സൊസൈറ്റി നിയമം എന്നെ പണിത് അവരെ ചീത്തയാക്കുന്നത്, തെറ്റായിട്ടുള്ള പെണ്ണായി ആക്കുന്നുണ്ട്. എങ്ങനെ? സെറ്റിൽമെൻറ്റ് ചൊല്ലി ഔട്ട്സൈഡ് ദ കോർട്ടിൽ കാശ് കൊടുക്കാൻ പറ്റുക. அந்த കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് വേശിയാവുന്നത്. അല്ലാണ്ട് വഴിതെറ്റി പോകുന്ന ആ സിറ്റുവേഷനിലല്ല. ഈ നിയമത്തിക്ക് ഒരു ഒരു റിസൾട്ട് കിട്ടാതെ കഷ്ടപ്പെട്ട് ഈ സൊസൈറ്റി മുമ്പ് നിൽക്കുമ്പോൾ അല്ല, സെറ്റിൽമെൻറ്റ് പോയി കാശ് മേടിക്കുമ്പോൾ ആണ് ചീത്തയാവുന്നത്. വേറെ വഴിയില്ല അവർക്ക്. എപ്പോഴേ ഇറങ്ങുന്ന തമ്പി മയിൽ വാഹനം റൊമ്പ പ്രമാദം എന്ന് പറയണം. എല്ലാം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ആണ് ഇങ്ങനെ ഒരു കഴിവ് എന്ന് പറയുന്നത്. എങ്ങനെ സാധിക്കണമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഭയങ്കര മോട്ടിവേഷൻ, അപാര മോട്ടിവേഷൻ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇവിടെയും പെണ്ണുകൾ ആണുകളെ പ്രശസ്തിക്ക് വേണ്ടി ചീറ്റ് ചെയ്യുന്ന പെണ്ണുകളുണ്ട്. അതേപോലെ ആണുകൾ കാമകൊടൂരர்கள் ഇവിടെ ഉണ്ട്. കാമകൊടൂരன்னா കൊടൂരமான സെക്സ് പെർവേർട്സ് ഇവിടെ ഉണ്ട്. ഞാൻ എവിഡൻസോട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ കണ്ണു നിറഞ്ഞ് ഒരു സാരി ഇട്ടിട്ട് ഒരു ചുടിദാർ ഇട്ടിട്ട് വന്ന് എനിക്ക് இப்படின்னு சொன்னால் நீங்கள் கேட்டிருப்பீங்க. നടൻ ബാലാക്ക് കാശ് ഇருக்கு, ഒരു ആണാണ്, സത്യം തുറന്നു പറയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് വിത്ത് എവിഡൻസ് വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ? വിത്ത് എവിഡൻസ് വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടു മറന്നു. അതാണ് ഇവിടെ എലിസബത്ത് വിത്ത് വോയിസ് തന്നെ ആയിട്ടുള്ള അവരവരെ വോയിസിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരനുഭവിച്ച പ്രശ്നങ്ങളും പോലീസ് കേസ് എടുക്കാത്തതും അവർ ദേഹോപദ്രവം ഏൽപ്പിച്ചതും പല 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 കാര്യങ്ങൾ അവർ ലൈഫിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ വിത്ത് വോയിസ് തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. നിയമം കേസെടുക്കുമോ? ഏത് ചോദ്യം അവിടെയാണ്. അതോ ഔട്ട് ഓഫ് കോസ്റ്റ് സെറ്റിൽമെൻ്റ് ആകുമോ? എന്ത് പറയാനാണ് ഇതിലൊക്കെ? എനിക്കൊന്ന് ഞാൻ എന്താ പറയുക, ഞാൻ അന്ന് എലിസബത്തിൻ്റെ വോയിസ് വെച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ച് ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് പറയൂടെ ഈ എന്താ പറയുക വുമൺ എംപവർമെൻറ്റ്, സ്ത്രീകൾ, അമ്മ, തായ്, കുറേ സാധനങ്ങൾ ഇങ്ങനെ പറയും. ഞാനിങ്ങനെ ആലോചിച്ച് ഒരു മറ്റേ സാധനം എവിടെയോ അടിച്ചിട്ടുണ്ടല്ലോ, പൊമ്പല മേള കൈ വെക്കറത് വെട്ടത് തലേ, അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സ്കീമിലാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്.
അന്ന് ഇങ്ങനെ വേറെ ഏതൊരു ചാനലിൽ പറയുന്നിട്ട് ലൈവായിട്ട് പറയും ഞാൻ സംസാരിക്കാമെന്നൊക്കെ. നിങ്ങൾ എലിസബത്തായിട്ട് ലൈവായിട്ടൊന്ന് സംസാരിക്കുന്നു കാണാൻ വേണ്ടിയിട്ടാണ്. അറിയണമല്ലോ നമുക്ക് എന്താണ് ആരെ ഭാഗത്താണ് ശരി എന്നുള്ളത്. നോക്കാം.